വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടമ്പനാടിനടുത്ത്, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാടിനടുത്ത് ഉള്ള അടയപ്പാട് വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എൻ്റെ വോയിസ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ആ ഒരു ശബ്ദം. ഒന്ന് ഹിയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ അവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദമല്ല, വേറെ വെള്ളം ഇങ്ങനെ പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷെ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നത്. അതൊരു പാലമാണ്. പാലം കയറി നമ്മൾ വണ്ടി അവിടെ കൊണ്ടുവച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ താഴോട്ട് പോകണം. ആ കാണുന്ന അതിലെയുള്ള വഴിയുണ്ട്. അതാണ് വെള്ളം കിടക്കുന്ന കാണാൻ പറ്റും. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാൻ കഴിയും. നമ്മളിങ്ങനെ താഴോട്ടിങ്ങനെ ആദ്യത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാം ഇവിടെ എല്ലാം പാറകളൊക്കെയാണ്. പാറകൾക്ക് നടുവിലാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പരന്നൊഴുകുന്നത് കാണാം. നല്ല രസമാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല കലക്കവെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെയാണ് ഒഴുകി വരുന്നത്. ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടാം. കാണാൻ ഭംഗിയെന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ്. അവിടേക്ക് നമുക്ക് പോവാം. പക്ഷേ ഇവിടെ എല്ലാം നല്ല വെള്ളമൊക്കെയാണ്. ഇവിടെ നല്ല പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പാലം. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ പടിക്കെട്ടൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ അത് ആ കാണുന്നതാണ് ആ ക്ഷേത്രം. അവിടെ കാണാൻ പറ്റുമെന്നറിയില്ല. ആ കാണുന്നതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അതിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഇറങ്ങി വരാനൊക്കെ പറ്റും. ഇവിടെ മൊത്തം നല്ല മരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. കണ്ടില്ലേ? നല്ല ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പഴയ ഏതെങ്കിലും പാലത്തിൻ്റെ വല്ല അവശിഷ്ടങ്ങളൊക്കെ ആയിരിക്കാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ആദ്യം ഇറങ്ങി വന്നിട്ട് ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റ് വഴി ഇറങ്ങുന്നതാണ് നമ്മൾ ആദ്യം കണ്ട ഭാഗം. രണ്ടാമത് നമുക്കൊക്കെ പാറയൊക്കെ ഒത്തിരിയുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇതിലെ ഈ ഒരു ചെറിയൊരു ചായക്കടയുടെ അതിൽ ഇങ്ങനെ നടന്ന് അതിലേ വേണം പോകാൻ. അപ്പോൾ ഗൈസ്, ഇവിടെ 2 കടമുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ നമ്മളിങ്ങനെയാണ് പോകുന്നത്. അവിടെ ഈ ഒരു ചെറിയൊരു വഴി കാണാം. ആ വഴി ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ കുറച്ച് മുമ്പ് നിന്ന് അവിടെ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അതിലെ ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം പാറക്കെട്ടുകളാണ് ഗൈസ്. ചെറിയ ചെറിയ പാറയും കാര്യങ്ങളും. ഇനിയും മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം കാണാൻ പറ്റാത്ത രീതി വെള്ളമായിരിക്കും. എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ഒഴുക്കാണ്. വരുന്നവരൊക്കെ സൂക്ഷിക്കുക. നല്ല ഇവിടെ എല്ലാം വള്ളികളൊക്കെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ നടന്ന് പോകാനൊക്കെ പറ്റും. പക്ഷെ ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് കണ്ടില്ലേ? ഈ ഒഴുക്ക് ഇതെല്ലാം പെട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലേ, അവിടെ ഗൈസ് മരം വെട്ടാണ്. ഇതിങ്ങനെ ഒഴുകി അങ്ങോട്ടങ്ങ് പോവുകയാണ്. നമുക്ക് ആ വശത്ത് അവിടെ നേരത്തെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെള്ളമായതുകൊണ്ട് എനിക്കൊരു പേടി പോകാനായിട്ട്. നല്ല കാറ്റാണ് ഗൈസ്. വെള്ളത്തിൻ്റെ കൂടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. മഴയുടെ ലക്ഷണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല ഒഴുക്കാണ്. നല്ല കലക്കല വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നല്ല രസമാണ് ഗൈസ്. ഇവിടെ വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ എനിക്ക് അവിടെ പോയി നിൽക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കും. എൻ്റെ ഒരു പേടി, അപ്പം പോകാനൊരു ഭയം. അതുകൊണ്ട് ഞാൻ പോയില്ല. അല്ല, ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം പാറയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒരു പ്രകൃതി ഭംഗി നല്ലപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത് ഗൈസ്. ഇതിൻ്റെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടയപ്പാടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ തെങ്ങമം ന്നൊക്കെ പെട്ടെന്ന് വരാൻ പറ്റും. തെങ്ങമം, കടമ്പനാട്, ഭരണിക്കാവ്, അടൂരുള്ളവർക്കൊക്കെ പെട്ടെന്ന് വരാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അവധിയുള്ള ദിവസങ്ങളൊക്കെ. ആ ഭാഗങ്ങളിലൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ എല്ലാവരും പരമാവധി സൂക്ഷിക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് അടയപ്പാട്. അപ്പം നമ്മുടെ അടുത്ത് ഭരണിക്കാവ്, അടൂര്, കടമ്പനാട്, തെങ്ങമം ആ ഭാഗത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റും. പത്തനംതിട്ട ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇതും വരുന്നവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിക്കുക. പരമാവധി
കെയർ ചെയ്ത് തന്നെ ഇവിടെ വരികയും കുളിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു തോടാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് ഒരു തോടാണിത്. നമ്മുടെ പത്തനംതിട്ടയിലെ കൊടുമണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന വല്യതോടെന്ന് പറയും, അല്ലെങ്കിൽ പള്ളിക്കലാറെന്ന് പറയും. അപ്പോൾ ആ ഒരു തോടിൻ്റെ ഒരു ഭാഗത്തുള്ള സീനാണിത്. കാരണം ഒരു ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണിത്. ഈ സ്ഥലം ഓർമ്മയിൽ വെച്ചിട്ട് വരാനൊക്കെ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഇനിയുള്ള വീഡിയോസൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. കണ്ടോ വെള്ളം ഒഴുകുന്നത് കണ്ടോ, നല്ല രസമായിട്ടാണ്. ഇപ്പം മഴയായതുകൊണ്ടാണ് ഇത്രയും നല്ല കലക്ക വെള്ളമൊക്കെ ഒഴുകുന്നത്. അപ്പം എൻ്റെ പുറയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ കാണാൻ പറ്റും. സീനറി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ഫോട്ടോഷൂട്ടിനൊക്കെ ആയാലും പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.